നീലമണിയുടെ രഹസ്യം. ദ സീക്രട്ട് ഓഫ് നീലമണി. ഒരു പുരാതന രഹസ്യം ഒളിപ്പിച്ചുകൊണ്ട് നീലമണി എന്ന അമൂല്യരത്നം സ്വകാര്യ മ്യൂസിയത്തിൽ തിളങ്ങി നിന്നു. ഒരു പ്രഭാതത്തിൽ മ്യൂസിയം തുറന്നപ്പോൾ നീലമണി അപ്രത്യക്ഷമായിരുന്നു. നഗരം ഞെട്ടി. കവർച്ചയുടെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അന്വേഷ് ഉടൻ തന്നെ മ്യൂസിയത്തിലേക്ക് പുറപ്പെട്ടു. അവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. സംഭവസ്ഥലത്തെത്തിയപ്പോൾ വാതിലുകളോ ജനലുകളോ തകർത്തിട്ടില്ലെന്ന് അവൻ കണ്ടു. നീലമണി എവിടെ? നിധി മേനോൻ ദുഃഖിതയായി ചോദിച്ചു. മ്യൂസിയം ക്യൂറേറ്ററായ ഗോപൻ പരിഭ്രാന്തനായി കാണപ്പെട്ടു. സുരക്ഷാ മേധാവി കാവലൻ ശാന്തനായിരുന്നു. അത് അന്വേഷിനെ അത്ഭുതപ്പെടുത്തി. അപ്രത്യക്ഷമായ രത്നം വെച്ചിരുന്ന സ്ഥലത്തിനടുത്ത് അവൻ ഒരു ചെറിയ പോറൽ ശ്രദ്ധിച്ചു. വായുവിൽ നേരിയ ഒരു സുഗന്ധം തങ്ങിയിരുന്നു. അത് അവനെ ചിന്തിപ്പിച്ചു. അന്വേഷ് സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. ഒരു നിമിഷം ദൃശ്യങ്ങളിൽ നേരിയ ഒരു വെളിച്ചം മിന്നിമറഞ്ഞു. അതൊരു സാധാരണ വൈദ്യുതി തടസ്സമായിരുന്നില്ലെന്ന് അവന് തോന്നി. ആ മിന്നലിന് മുൻപും ശേഷവുമുള്ള നിമിഷങ്ങളിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഗോപന്റെ നിഴലിൽ ഒരു ചെറിയ ചലനം അവൻ കണ്ടു. ഒരു നിമിഷത്തേക്ക് മാത്രം. വീണ്ടും അവൻ നീലമണി വെച്ചിരുന്ന പ്രദർശനപ്പെട്ടിയിലേക്ക് ചെന്നു. ഒരു രഹസ്യ അറ. അതിനുള്ളിൽ ഒരു നീലമണി ഉണ്ടായിരുന്നു. പക്ഷേ അത് യഥാർത്ഥമായിരുന്നില്ല. അന്വേഷ് ഗോപനെ നേരിട്ടു, കയ്യിൽ വ്യാജരത്നവുമായി. ഗോപൻ കുറ്റം സമ്മതിച്ചു. കടവും അത്യാഗ്രഹവുമായിരുന്നു അവന്റെ പ്രേരണ. യഥാർത്ഥ നീലമണി ഒളിപ്പിച്ച സ്ഥലം അവൻ വെളിപ്പെടുത്തി. അന്വേഷ് യഥാർത്ഥ നീലമണി കണ്ടെത്തി. അതിന്റെ തിളക്കം മുറിയെ പ്രകാശമാനമാക്കി. അമൂല്യമായ രത്നം അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് തിരിച്ചെത്തി. നിങ്ങളുടെ മിടുക്കിന് നന്ദി, നിധി മേനോൻ സന്തോഷത്തോടെ പറഞ്ഞു. അന്വേഷ് പുഞ്ചിരിച്ചു. ഓരോ രഹസ്യത്തിനും ഒരുത്തരമുണ്ടാകുമെന്ന് അവൻ അറിയാമായിരുന്നു. നീലമണി വീണ്ടും തിളങ്ങി. അതിന്റെ കഥ പുതിയൊരു അധ്യായത്തിലേക്ക് കടന്നു.